നമ്മുടെ ഈ ഏപ്രിൽ 17 യൂറോപ്പ് ടൂർ അത്യാവശ്യം റിലാക്സ്ഡ് ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഐറ്റ്നർ എങ്ങനെയാന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യൂറോപ്യൻ ട്രിപ്പുകൾ പലതരത്തിലുള്ള ട്രിപ്പുകളുണ്ട്. 10 ദിവസം, 12 ദിവസം, 13 ദിവസം, 8 ദിവസം, അങ്ങനെ പലതുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഫ്രാൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറ്റലിയിൽ എൻഡ് ചെയ്യുന്ന ടൂറാണ്. ഫ്രാൻസിലെ പാരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇറ്റലിയിലെ മിലാനിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 13 ഡേയ്സിന്റെ ട്രിപ്പാണ്. ഒരു ഐഡിയൽ ട്രിപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. എന്താ വെച്ചാൽ ഈ ഇത്രയും രാജ്യങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഏപ്രിൽ 17 എടുക്കുകയാണെങ്കിൽ 17-ാം തീയതി മോർണിംഗ് ഫ്ലൈറ്റിനാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. 8:45 ഒമാനെയറിന്റെ ഫ്ലൈറ്റ് ആണ്. മസ്കറ്റിൽ എത്തുന്നു. അന്ന് പാരീസിൽ എത്തിയാൽ അന്ന് നമ്മൾ ഡിന്നർ ഒക്കെ കഴിഞ്ഞ് ഓവർനൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നു. രണ്ടാമത്തെ ദിവസം ഫുൾ ഡേ നമ്മൾ പാരീസിലെ ടൂറാണ്. പാരീസ് സിറ്റി ടൂറ്, അതുപോലെ ഐഫൽ ടവർ, സീൻ റിവർ ക്രൂസ് ഒക്കെ കഴിച്ച് അന്ന് ലഞ്ച് ലോക്കൽ ക്യുസീൻ ആണ്, ഫ്രഞ്ച് ഫുഡാണ്. അതും കഴിച്ച് നമ്മൾ ഡിന്നർ കഴിഞ്ഞ് അന്നും ഹോട്ടലിൽ സ്റ്റേ ചെയ്യാൻ. ഡേ 3-ലാണ് നമ്മൾ പാരീസ് ടു ബ്രസൽസ് ട്രാവൽ ചെയ്യുന്നത്. അതൊരു 3.5 മണിക്കൂറിന്റെ യാത്രയാണ്. ആ യാത്ര ബ്രസൽസിൽ എത്തിയതിനു ശേഷം അവിടുന്ന് ലഞ്ചും കഴിഞ്ഞ് ബ്രസൽസിന്റെ ഒരു 2.5 മണിക്കൂർ സിറ്റി ടൂർ ഉണ്ട്. ആ സിറ്റി ടൂറും കഴിഞ്ഞ് നേരെ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നു. ആംസ്റ്റർഡാമില് നമ്മൾ വേറെ ഒരു സിറ്റീസിലൊന്നും അല്ല താമസം കൊടുക്കുന്നത്. ആംസ്റ്റർഡാമിൽ നിന്നും ഒരു 30-40 മിനിറ്റ്സ് ഡിസ്റ്റന്റിൽ തന്നെ സ്റ്റേ കൊടുത്തുകൊണ്ട് ആംസ്റ്റർഡാമിൽ നിന്ന് താമസിക്കണം. അപ്പൊ ഡേ 3-ല് ആംസ്റ്റർഡാമിൽ താമസിക്കണം. ഇനിയാണ് ഈ ഒരു ടൂർ എങ്ങനെ നീതു ചോദിച്ചതുപോലെ റിലാക്സ്ഡ് ആയതിനുള്ള ഉത്തരാണ്. ഡേ 4-ലും നമ്മൾ ഫുൾ ഡേ ആംസ്റ്റർഡാമിൽ കൊടുക്കുവാണ്. അതുകൊണ്ട് തന്നെ തുലിപ് ഗാർഡന്റെ സമയമാണ് ഏപ്രിൽ മാസം. റിലാക്സ് ആയിട്ട് 4 മണിക്കൂർ എടുത്ത് നിങ്ങൾക്ക് തുലിപ് ഗാർഡൻ കാണാം. ഇപ്പൊ ഇവിടെ ഒരു നൈറ്റ് മാത്രമേ ആംസ്റ്റർഡാം കൊടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്കൊരു റിലാക്സ്ഡ് തുലിപ് ഗാർഡൻ പോസിബിൾ അല്ല. ഈ റിലാക്സ് ആയി തുലിപ് ഗാർഡൻ കണ്ട് കനാൽ ക്രൂയിസും എൻജോയ് ചെയ്ത് ആംസ്റ്റർഡാമിലെ സിറ്റി ടൂറും എക്സ്പീരിയൻസ് ചെയ്ത് അന്നും നമ്മൾ ആംസ്റ്റർഡാമിൽ താമസിക്കണം. അപ്പൊ 2 നൈറ്റാണ് ആംസ്റ്റർഡാമിൽ ഈ ട്രിപ്പിൽ വരുന്നത്. ഈ 4 ദിവസത്തേക്ക് നമ്മൾ എത്ര റിലാക്സ്ഡ് ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ ഡേ 5 എടുത്താല് ഡേ 5-ല് ആംസ്റ്റർഡാം ടു കൊളോൺ ട്രാവൽ ആണ്. കൊളോൺ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ സിറ്റിയാണ്. കൊളോൺ കത്തീഡ്രലൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ ആംസ്റ്റർഡാം ടു കൊളോൺ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ യാത്ര ചെയ്തെടുക്കും. അതിൽ നമുക്കൊരു 1.5 മണിക്കൂറിൽ ഒരു 20 മിനിറ്റ്സിന്റെ ഗ്യാസ് സ്റ്റേഷൻ ബ്രേക്ക് ഉണ്ടാവും, കോഫി ബ്രേക്ക് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം കൊളോണിൽ നിന്നും നമ്മൾ ബൊപ്പാഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. 1/2 മണിക്കൂർ ഡിസ്റ്റൻസിൽ കോച്ചിൽ തന്നെ ബൊപ്പാഡ് പോകുന്നു. പിന്നെ ഒരു ജർമ്മൻ ഫെറിയാണ്. ബൊപ്പാഡ് ടു സെയിന്റ് വാങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 1.5 മണിക്കൂറിന്റെ ഫെറി കസ്റ്റമേഴ്സ് അല്ല പാസഞ്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പൊ എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവിടെ ഈ കോച്ചിൽ നിന്ന് ട്രാവൽ കുറക്കുകയും അതുപോലെ ജർമ്മനിയിൽ ഒരു ഫെറി എക്സ്പീരിയൻസ് നമ്മുടെ പാസഞ്ചേഴ്സിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നേരെ സെയിന്റ് വാങ്കറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ നമ്മുടെ കോച്ച് വന്ന് നമ്മൾ അഗെയിൻ പിക്ക് ചെയ്ത് ഹൈഡൽബർഗ് എന്ന് പറഞ്ഞ ഒരു സിറ്റി, ജർമ്മനിയിലെ ഹൈഡൽബർഗിലേക്ക് നമ്മൾ എത്തിച്ചേരുവാണ്. അപ്പൊ ഇപ്പൊ ഡേ എത്ര കഴിഞ്ഞു? നമ്മൾ ഫസ്റ്റ് ഡേ പാരീസ്, സെക്കൻഡ് പാരീസ്, 3-ഉം 4-ഉം ആംസ്റ്റർഡാം, 5-ാമത്തെ ദിവസം ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ. ഇനി 6-ാം തീയതി ആണെങ്കിൽ ഹൈഡൽബർഗ് ടു സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിലേക്കുള്ള യാത്രയാണ്. മനോഹരമായ ബ്ലാക്ക് ഫോറസ്റ്റുകളിലൂടെയുള്ള ഒരു റിലാക്സ്, ഒരു ടൂർ ട്രാവൽ ഒരു കോമ്പിനേഷൻ എന്നൊക്കെ പറയാം. നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് റെയിൻഫോൾസ്, ബോട്ടിംഗ് ഉണ്ട്, കുക്കു ക്ലോക്ക് ഉണ്ട്, അതിന്റെ ഇടയിൽ വരുന്ന അങ്ങനെ കുറെ അട്രാക്ഷൻസ് വരുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അന്ന് സ്യൂറിക്കിൽ സ്റ്റേ ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് ഡേ 7. അന്ന് നിങ്ങൾ ഓഫ് കോഴ്സ് മൗണ്ട് ഇറ്റ്ലിസ്, 10,000 അടി മുകളിലുള്ള മൗണ്ട് ഇറ്റ്ലിസ് ഒക്കെ കണ്ട് ലുസേണിലെ ഷോപ്പിംഗ് ടൂറും ഒക്കെ ആയിട്ട് സ്വിറ്റ്സർലാൻഡ് റെഡ്. ഇനിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ നമ്മൾ 8-ാമത്തെ ഡേയിലാണ് എത്തിയിരിക്കുന്നത് അല്ലെ. 1, 2 പാരീസ്, 3, 4 ആംസ്റ്റർഡാം, 5 ജർമ്മനി, 6, 7 സ്വിറ്റ്സർലാൻഡ്. 8-ാമത്തെ ദിവസമാണ് ഇതിൽ ഏറ്റവും മനോഹരമായ യാത്ര. സ്വിറ്റ്സർലാൻഡിലെ സ്യൂറിക്കിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് ലിച്ചൻസ്റ്റീൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്മോൾ ആയിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് എത്തുന്നു. ലിച്ചൻസ്റ്റീനിൽ എത്തിക്കഴിഞ്ഞാൽ വഡൂസ് എന്നാണ് അതിന്റെ ക്യാപിറ്റൽ. ഇതൊരു 1.5 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ. എഗെയിൻ ലിച്ചൻസ്റ്റീൻ എത്തിയാൽ 1.5 മണിക്കൂർ നമ്മൾ ലിച്ചൻസ്റ്റീന്റെ സൈറ്റ് സീയിങ്സ് ഒക്കെ കണ്ട് അവിടുന്ന് നേരെ ഇൻസ്ബ്രൂക്കിലേക്ക് പോകുന്നു. ഈ ട്രിപ്പിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ട്രെച്ച് ഓഫ് ജേർണി എന്ന് പറയുന്നത് ഈ ലിച്ചൻസ്റ്റീനിൽ നിന്നും ഇൻസ്ബ്രൂക്കിൽ, അതായത് ആൽപ്സ് മൗണ്ടന്റെ മുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. ഏപ്രിൽ മാസം ആയതുകൊണ്ട് ഈ മലനിരകളുടെ 2 സൈഡിലും നിങ്ങൾക്ക് സ്നോ കവേർഡ് ആയിട്ട് കാണാം. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ അത് കൊടുക്കും. അന്നത്തെ ദിവസം നമ്മൾ ഇൻസ്ബ്രൂക്കിൽ സ്റ്റേ ചെയ്യുകയാണ്. ഇനിയിപ്പോ നമ്മൾ ഡേ 9-ലേക്ക് വന്നാൽ ഇറ്റാലിയൻ പാർട്ടിലേക്കുള്ള യാത്രയാണ്. ഇൻസ്ബ്രൂക്ക് ടു വെനീസ്. ഇതൊരു 4.5 മണിക്കൂർ യാത്ര. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
2 മണിക്കൂറിൽ നമ്മൾക്കൊരു ബ്രേക്ക് കിട്ടുന്നു, കോഫി ബ്രേക്ക് കിട്ടുന്നു. അതിനുശേഷം വീണ്ടും യാത്ര തുടരുന്നു, വെനീസിൽ എത്തുന്നു. അന്ന് നമ്മൾ വെനീസിൽ സ്റ്റേ ചെയ്ത് അവിടുത്തെ ബോട്ടിങ്ങും ഗൊണ്ടോള റൈഡ് നമുക്ക് അവിടെ അട്രാക്ഷൻസ് പോയി കാണാൻ പറ്റും. അപ്പൊ അതിനുശേഷം വെനീസ് ബോട്ടിങ്, സെന്റ് മാർക്ക് സ്ക്വയർ ഇതൊക്കെ കവർ ചെയ്ത് വെനീസിൽ തന്നെ അന്ന് നൈറ്റ് നമ്മൾ സ്റ്റേ ചെയ്യും. ഡേ 10 വെനീസിൽ നിന്ന് നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, പിസായിലേക്ക് വരുന്നു. പിസായിലെ വേൾഡ് വണ്ടറായ പിസായിലെ ചെരിഞ്ഞ ഗോപുരം മസ്റ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ വരുന്നതാണ്. പിസ ഗോപുരവും കണ്ട് അവിടെ നിന്ന് പിന്നെ 1 മണിക്കൂറേ ഉള്ളൂ ഫ്ലോറൻസിലേക്ക്. മൈക്കലാഞ്ചലോ സ്ക്വയറിൽ പോയിട്ട് ഫ്ലോറൻസിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയൽ വ്യൂ നിങ്ങളെ കാണിച്ചുകൊണ്ട് അരീസോ എന്ന് പറഞ്ഞിരിക്കുന്ന പുരാതനമായ ഒരു ഇറ്റാലിയൻ നഗരത്തിലാണ് നമ്മുടെ അന്നത്തെ സ്റ്റേ. അരീസോയിൽ അന്നത്തെ ദിവസം സ്റ്റേ ചെയ്യുന്നു. ഡേ 11 ഡേ 11 നമ്മൾ അരീസോയിൽ നിന്നും നേരെ റോമിലേക്ക് പോകുന്നു. അരീസോ റോം 2.5 മണിക്കൂർ മാത്രമേ ട്രാവൽ, ഒറ്റ സ്ട്രെച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. റോമിലെത്തി, റോമിലെ കൊളോസിയം, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈക്കലാഞ്ചലോയുടെ പെയിന്റിംഗ് കൊണ്ട് വിഖ്യാതമായ, അതുപോലെ ദേവാലയമായ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പോകുന്നു. അത് ഫുള്ളായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് കാണുന്നു. അതുപോലെ റോമിലെ സിറ്റി ടൂറിൽ 3-4 അട്രാക്ഷൻസ് കാണുന്നു. ഈ 2-3 സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇറ്റാലിയൻ ക്യുസീൻസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൂടെ ഈ പാക്കേജിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ റോമിൽ താമസിക്കുന്നു. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡേ ആണ് ഡേ 12 എന്ന് പറയുന്നത്. ഈ ഡേ 12 നിങ്ങൾ റോമിൽ നിന്നും മിലാനിലേക്ക് 300 km/h പോകുന്ന ബുള്ളറ്റ് ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ കിട്ടുന്നത്. ഇതിനു വേണ്ടി ഞങ്ങൾ 2 വണ്ടികളാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലഗേജുമായിട്ട് നമ്മുടെ കോച്ച് മിലാനിലേക്ക് പോകും. നമ്മൾക്ക് വേണ്ടി വേറൊരു വണ്ടി വരും. അത് കംഫർട്ടബിൾ ആയിട്ട് ലഗേജ് ഒന്നും എടുക്കാതെ തന്നെ കംഫർട്ടബിളി നിങ്ങൾക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ലാസ്റ്റ് ഡേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ വൈകിട്ട് നമ്മൾ ഒരു 2 മണിയോട് കൂടി മിലാനിൽ നമ്മൾ എത്തും. 2 മണി 3 മണിയോട് കൂടി മിലാനിൽ എത്തും. മിലാനിൽ നിന്ന് നേരെ മിലാൻ എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റിൽ നമ്മൾ മൊംപാസ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ബോർഡ് ചെയ്ത് മസ്കറ്റ് വഴി കൊച്ചിയിൽ 13ാമത്തെ ദിവസം എത്തിച്ചേരുന്ന ഒരു ഐറ്റിനറിയാണ്. ഈ ഐറ്റിനറി നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്രിന്റഡ് ഡോക്യുമെന്റ് ആയിട്ടുള്ള ഐറ്റിനറിയുടെ കൂടെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തന്നെ അതിന്റെ ഒരു ഫൈനലൈസേഷനിലേക്ക് എത്തിയാൽ മനസ്സിലാകും എത്ര പ്ലാൻഡ് ആയിട്ടാണ് ഈ ഐറ്റിനറി ചെയ്തിരിക്കുന്നതെന്നും കസ്റ്റമേഴ്സിനെ നമ്മൾ ആവശ്യമില്ലാതെ അവരെ കോച്ചിന്റെ ഉള്ളിൽ കൊണ്ടുപോയി സൈറ്റ് സീയിങ് സ്ഥലങ്ങളിൽ കുറഞ്ഞ സമയവും കൊടുത്ത് കൊണ്ടുപോകുന്ന ടൂറുകളിൽ നിന്നും ഈ ഒരു ട്രെയിൽസ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. എല്ലാവരും യാത്രകൾ തുടരട്ടെ.